Hello friends, welcome back to my channel. ഇന്ന് നമ്മൾ ഇവിടെ ഈ മാസ്ക് ആണ് ചെയ്തെടുക്കുന്നത്. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. നല്ല വിട്ടിലും നല്ല ലെങ്ത്തിലും ഫുൾ കവറിങ് കിട്ടുന്ന രീതിയിലുള്ളൊരു മാസ്ക് ആണിത്. ഇവിടെ ഒരു പോക്കറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ഫാബ്രിക്കോ അല്ലെങ്കിൽ ഫിൽറ്റേഴ്സോ ഒക്കെ ഇൻസേർട്ട് ചെയ്യാം. ഇതാണ് ഒരു നോർമൽ സർജിക്കൽ മാസ്ക്. ഇവിടെ പ്ലേറ്റ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡിഫറെൻറ്റ് ലെയേഴ്സ് ഉണ്ട് ഇതിന്. ബാക്ടീരിയാസിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതായത് 1 മൈക്രോണിന് എബോവ് ആയിട്ടുള്ള ബാക്ടീരിയാസിനെ മാത്രമേ ഇത് പ്രിവെൻറ്റ് ചെയ്യുള്ളൂ. ഇത് മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും രോഗങ്ങളുള്ളവർ അവരുടെ ഇൻഫെക്ഷൻ മറ്റുള്ളവർക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇൻഫെക്റ്റഡ് ആവുന്ന ആൾക്കാരുണ്ടല്ലോ, ഇമ്മ്യൂണിറ്റി ഒക്കെ കുറഞ്ഞിട്ടുള്ള ആൾക്കാർ, അങ്ങനെയുള്ളവരോ അല്ലെങ്കിൽ അവരെ ട്രീറ്റ് ചെയ്യുന്നവരോ ഒക്കെയാണ് നോർമലി ഈ സർജിക്കൽ മാസ്ക് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ COVID-19 പരത്തുന്ന കൊറോണ വൈറസിനെതിരെ എല്ലാവരും ഈ സർജിക്കൽ മാസ്കാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ അത് എഫക്റ്റീവും അല്ല. അപ്പോൾ നമ്മൾ മാക്സിമം ഈ സർജിക്കൽ മാസ്ക് വാങ്ങാതിരിക്കുക. അത് വേണ്ട കുറേ ആൾക്കാരുണ്ടാവും, അത്യാവശ്യമായിട്ടുള്ള ആൾക്കാർ, അവർക്കത് കിട്ടട്ടെ. എല്ലാവരും കൂടി ഇങ്ങനെ സർജിക്കൽ മാസ്ക് വാങ്ങുമ്പോൾ അതിന് ഷോർട്ടേജ് ആവും, കിട്ടാനില്ലാതെയാവും. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ക്ലോത്ത് മാസ്ക് ചെയ്തെടുത്തിട്ട് ഇതുപോലെ എക്സ്ട്രാ ക്ലോത്തോ ഫിൽറ്റേഴ്സോ ഒക്കെ ഇൻസേർട്ട് ചെയ്തിട്ട് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു മാസ്ക് ആക്കി മാറ്റാൻ പറ്റും. N95 മാസ്ക് മാത്രമാണ് കൊറോണ വൈറസിനെതിരെ എഫക്റ്റീവായിട്ടുള്ളൊരു മാസ്ക്. അത് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. പിന്നെ ഫിൽറ്റേഴ്സ് കിട്ടും, അതായത് ബാക്ടീരിയാസിനെയും വൈറസുകളെയൊക്കെ തടുത്ത് നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള ഫിൽറ്റേഴ്സ്. അപ്പോൾ അത് വാങ്ങിയിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ഈ മാസ്കിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇത് ഒരു N95 മാസ്ക് പോലെ എഫക്റ്റീവായിട്ടുള്ളൊരു മാസ്ക് ആക്കി മാറ്റാൻ പറ്റും. ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 3 പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ 6.25 ഇഞ്ചസ്, അതായത് 6.25 ഇഞ്ചിൽ വിഡ്ത്തും 10.5 ഇഞ്ചസിൽ ലെങ്ത്തുമുള്ള ഒരു റെക്റ്റാങ്കിൾ പീസാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതേ സെയിം മെഷർമെൻറ്റിൽ തന്നെ നെക്സ്റ്റ് ഒരു പീസും കൂടി ഉണ്ട്. മൂന്നാമത്തെ പീസ് കുറച്ചുകൂടി ലെങ്ത്ത് കുറഞ്ഞിട്ടുള്ള പീസാണ്, വിഡ്ത്ത് സെയിം ആണ്. ആറേകാൽ ഇഞ്ചിലാണ് വിഡ്ത്തുള്ളത്. ലെങ്ത്ത് എടുത്തിരിക്കുന്നത് 9.5 ഇഞ്ചസിലാണ്. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയ 2 പീസസും ഇങ്ങനെ റൈറ്റ് സൈഡ്സ് ചേർന്ന് വരുന്ന രീതിയിൽ പ്ലേസ് ചെയ്യുന്നു. അതിൻ്റെ പുറത്തേക്ക് ചെറിയ പീസ് വയ്ക്കാം. 2 സൈഡിലും ഇതുപോലെ ഒരേ ലെങ്ത്ത് വിട്ടിട്ടാണ് മിഡിലായിട്ടാണ് ചെറിയ പീസ് വെച്ചിരിക്കുന്നത്. ഇനി ഇതിങ്ങനെ ഒന്ന് മിഡിൽ വെച്ചിട്ട് ഫോൾഡ് ചെയ്യാം. ഫോൾഡ് ചെയ്തിരിക്കുന്ന എൻഡിനായിട്ട് ഷേപ്പിങ്ങിന് വേണ്ടിയിട്ട് ഒരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഫേസിൽ നല്ല കറക്റ്റ് ഫിറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത്. മൂക്കൂടി കവർ ചെയ്ത് വരുന്ന രീതിയിൽ നല്ലൊരു പ്രൊട്ടക്ഷൻ കിട്ടും. ഇവിടെയും 3/4 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി ഈ ഫോൾഡ് ചെയ്തിരിക്കുന്ന എൻഡിൽ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇവിടെയും 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇനി ഈ പോയിൻറ്റ്സ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇനി ഇത് സൈഡിലെ പാർട്ടാണ്. ഇവിടെ ഞാനൊരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അതായത് നമ്മുടെ ചെവിയുടെ
മുകളിലത്തെ പാർട്ടായിട്ട് വരും. താഴേക്ക് 1.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി ഈ പോയിൻറ്സും ജോയിൻ ചെയ്തെടുക്കാം. ഇനി 4 ലൈൻസിൻ്റെ പാർട്ടും കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ റൈറ്റ് സൈഡ്സ് അതായത് നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഈ ഷേപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് ഈ 3 പീസസും ചെയ്തെടുക്കാം. ഇവിടെയും സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്തെടുക്കണം. അതേപോലെ തന്നെ ചെറിയ പീസിലും ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ചെവിയുടെ പാർട്ട് വരുന്ന ടോപ്പ് എൻഡ് ഞാനിങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുകയാണ്. ചെറിയ പീസിലും സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ 3 പീസസ് കൂടി നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം. അതിനു മുന്നേ ഈ ചെറിയ പീസിൻ്റെ 2 എൻഡ്സും ഇതുപോലെ ഒറ്റ ഫോൾഡ് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു പ്രാവശ്യം ഫോൾഡ് ചെയ്താൽ മതി. സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ ഇവിടുത്തെ ഈ സ്റ്റിച്ചിൻ്റെ ഇവിടെ ഒന്ന് ഫോൾഡ് ഓപ്പൺ ആക്കി വെച്ചിട്ട് അയൺ ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഞാൻ ഇവിടെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 3 പീസസും കൂടി ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പീസ് എടുക്കുക. ടോപ്പ് എൻഡ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് ശ്രദ്ധിക്കണം. 2 പീസിലും അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒരു വലിയ പീസിനകത്തേക്ക് നമ്മുടെ ചെറിയ ഈ പീസ് ഒന്ന് ഇറക്കി വയ്ക്കാം. ഇനി നമുക്ക് ഈ സൈഡിലൂടെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. കറക്റ്റായിട്ട് ഇങ്ങനെ വയ്ക്കാം. എന്നിട്ട് നെക്സ്റ്റ് പീസ്, ഇത് നമ്മുടെ പുറത്ത് കാണുന്ന പീസാണ്. ഇത് നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചിടും. അപ്പോൾ ഈ സൈഡാണ് ഈ ഒരു പീസാണ് പുറത്ത് വരുന്നത്. അപ്പോൾ അത് റൈറ്റ് സൈഡ് അകത്തേക്ക് പോകുന്ന രീതിയിൽ ഇതുപോലെ വയ്ക്കുക. ഇങ്ങനെ വയ്ക്കുമ്പോൾ ടോപ്പ് എൻഡ് നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെവിയുടെ പാർട്ടിൽ വരുന്ന ആ ടോപ്പ് എൻഡിൽ കറക്റ്റായിട്ട് രണ്ടും ചേർന്ന് വരുന്ന രീതിയിൽ വേണം വയ്ക്കാനായിട്ട്. ഇനി ഇങ്ങനെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് ഈ എൻഡിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 4 ഇഞ്ച് വിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിങ്ങനെയൊന്ന് തിരിച്ചെടുക്കാം. പതുക്കെ ശ്രദ്ധിച്ച് ഇതുപോലെ തിരിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മുടെ ബാക്ക് സൈഡാണ്.
കണ്ടില്ലേ ആ ഒരു എക്സ്ട്രാ കവറിങ് നമ്മൾ കൊടുത്തിരുന്നില്ലേ, അപ്പോൾ അതിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ടിൽ വരുന്ന പാർട്ട്. അപ്പോൾ ഇനി ഇതിങ്ങനെ കറക്റ്റായിട്ട് പിടിച്ചെടുക്കുക. എന്നിട്ട് സൈഡിലൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇത് ഇതുപോലെ നന്നായിട്ട് പിടിച്ചിട്ട് ഈ എൻഡിലൂടെ നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ അടുത്ത സൈഡും. ഇപ്പോൾ ഞാൻ ദേ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡ് റോങ് സൈഡിലേക്ക് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അടുത്ത എൻഡും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മാസ്കിൻ്റെ പണി കഴിയും. ഇനി ഇവിടെ ലെങ്ത് എത്രയാണുള്ളതെന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ 10 ഇഞ്ചസിലെ ലെങ്ത് ഉണ്ട്. 2 എൻഡ്സും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ 9 ഇഞ്ചസോളം ലെങ്ത് ഉണ്ടാവും. പിന്നെ 5 ഇഞ്ചസിൽ വിഡ്ത്തുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ കവറിങ് കിട്ടുന്ന രീതിയിലുള്ളൊരു മാസ്കാണിത്. നോർമൽ സർജിക്കൽ മാസ്കിന് എത്രയാണോ ലെങ്ത്തും വിഡ്ത്തും ഒക്കെ ഉള്ളത് അതനുസരിച്ചിട്ട് നോക്കുമ്പോൾ ഇത് നല്ല രീതിയിൽ കവറിങ് തരുന്നൊരു മാസ്കാണ്. കുട്ടികൾക്കാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ലെങ്ത്തും വിഡ്ത്തും ഒക്കെ കുറച്ച് ഓരോ ഇഞ്ചസ് വീതം കുറച്ചിട്ട് എടുത്താൽ മതി. നമുക്ക് ഈ ഒരു മാസ്കിൻ്റെ ആവശ്യം ഇപ്പോഴുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ക്ലോത്ത് വേണമെങ്കിൽ ഇൻസേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫിൽറ്റേഴ്സ് ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. ഇപ്പോൾ ഇതേ സൈഡ്സ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇലാസ്റ്റിക് കൂടി ചേർത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ, യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് തന്നെ നമ്മുടെ മാസ്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതല്ലേ. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഇത് ഇലാസ്റ്റിക്കും വെച്ചെടുത്തിട്ടുണ്ട്. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് തന്നെ നമ്മുടെ മാസ്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇനി സൈഡിൽ വള്ളിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ലെങ്ത്തിലെടുക്കുക. ഒരു 1/2 ഇഞ്ച് കൂടെ ലെങ്ത്തിലെടുത്തിട്ട് 2 സൈഡും ഫോൾഡ് ചെയ്ത് ലൂപ്പാക്കിയിട്ട് വള്ളി ഇൻസേർട്ട് ചെയ്യാം. താങ്ക്